ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും AB അഗ്രി ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഇൻക്യുബേറ്ററിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിങ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾ ഏവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി തന്നെ കാണുക. ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്ററിന് വേണ്ടിയുള്ള മെയിൻ കമ്പോണൻറ്റ്. ഇതാണ് തെർമോസ്റ്റാറ്റ്. ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ടെമ്പറേച്ചർ എത്ര വേണം, എത്രയിൽ കൂടുതൽ എന്നൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന മെയിൻ ഇത് W1209 എന്ന തെർമോസ്റ്റാറ്റാണ്. ഇത് നമ്മളിതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ സെറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, പ്ലസ് ബട്ടൺ, പിന്നെ മൈനസ് ബട്ടൺ. നമുക്ക് ഈ 3 ബട്ടണുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ നമുക്കിതിൽ കൊടുക്കാം. ഇതിൻ്റെ പോസിറ്റീവ്, ഇതതിൻ്റെ ഗ്രൗണ്ടാണ്. നമ്മളതിൻ്റെ പൊളാരിറ്റി നോക്കി വേണം കൊടുക്കേണ്ടത്. ഇത് രണ്ടും 220 വോൾട്ടിൻ്റെ ഡയറക്റ്റ് കണക്ഷനാണ്, ഡയറക്റ്റ് കൊടുക്കേണ്ടതാണ്. നമുക്ക് 220 AC വോൾട്ടിന് പൊളാരിറ്റി ഇല്ലാത്തത് കാരണം കുഴപ്പമില്ല, നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ കൊടുക്കും, യാതൊരു പ്രശ്നം വരുന്നില്ല. ഇതാണ് അതിൻ്റെ സെൻസർ. ഇതാണ് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് എത്രയാണ് ടെമ്പറേച്ചർ വരണ്ടേ എന്ന് നമ്മൾ ഇത് സെൻസ് ചെയ്യുന്നതിൻ്റെ സെൻസർ. ഇതതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിനാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് ഇതിൽ കാണിക്കുന്നത്. അടുത്ത് നോക്കിയാൽ നമുക്ക് അഡാപ്റ്ററാണ് വേണ്ടത്. ഇത് 12 വോൾട്ടിൻ്റെ 1 ആംപിയർ അഡാപ്റ്ററാണ്. നമുക്ക് ഈ അഡാപ്റ്റർ കൊണ്ട് ഏകദേശം 4 ഫാനും ഒരു തെർമോസ്റ്റാറ്റ് നമുക്ക് കുറഞ്ഞ് നമുക്കിതിന് വർക്ക് ചെയ്യാം. ഒരു ഇൻക്യുബേറ്ററിന് വേണ്ടി, ചെറിയൊരു ഇൻക്യുബേറ്ററിന് വേണ്ടി ഇത് തന്നെ ധാരാളമാണ്. പിന്നെ അടുത്തത് ഇതിൻ്റെ കണക്ഷന് വേണ്ടി ഒരു വയർ ഹോൾഡർ, ഒരു ബൾബാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവറും പിന്നെ ഒരു വയർ കട്ടറുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷനിലേക്ക് ചെല്ലാം. ആദ്യമായി നമുക്കിതിൻ്റെ തെർമോസ്റ്റാറ്റ് നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാൻ ഈ തെർമോസ്റ്റാറ്റ് എടുത്തിരിക്കുന്നത് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇത് അവൈലബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്കിനി കിടക്കാം. ഇതിൻ്റെ സെൻസർ ഊരി വെച്ചു. ഇതിൻ്റെ അഡാപ്റ്ററാണ്. ഞാൻ ഈ അഡാപ്റ്ററിൻ്റെ എൻഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത എൻഡിൻ്റെ ഇതെത്തിയിട്ടുണ്ട്. ഇത് പോസിറ്റീവ് ടെർമിനലും ഇത് നെഗറ്റീവുമാണ്. ഇതിൻ്റെ പൊളാരിറ്റി നമുക്ക് റെഡ് വരുന്നത് പോസിറ്റീവും ബ്ലാക്ക് വരുന്നത് നെഗറ്റീവുമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. നമ്മളങ്ങനെ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അഡാപ്റ്റർ നമുക്കിത് പവർ കൊടുത്ത് നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മളിതിൻ്റെ അഡാപ്റ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലിപ്പോൾ ഫസ്റ്റ് ഇതിൽ കാണിക്കുന്നത് ഫുൾ LL എന്നാണ്. കാരണം നമ്മളിതിൻ്റെ സെൻസർ കണക്ട് ചെയ്തിട്ടില്ല. നമുക്കടുത്ത് സെൻസർ കണക്ട് ചെയ്യാം. സെൻസർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്നത് ഇപ്പോൾ റൂം ടെമ്പറേച്ചറാണ്. ഇൻക്യുബേറ്ററിന് വേണ്ടിയുള്ള സെറ്റിങ്സിനെ നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് നമുക്കിതിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ഒരു ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് 37.5 എന്ന് കാണാം. ഇതിപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്ററിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന, ഇൻക്യുബേറ്ററിന് വേണ്ട ടെമ്പറേച്ചറാണ്. അതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ബട്ടണിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് എത്രയാണോ ആ വാല്യൂ വരേണ്ടത്. അപ്പോൾ നമുക്ക് 37.5 ആണ് നമുക്ക് ഇൻക്യുബേറ്ററിന് ആവശ്യം. ആ വാല്യൂ നമ്മളിത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സെറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമുക്ക് P0 വരും. അത് H ആണ്. H കൊണ്ട് C എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹീറ്റ് കോൾഡ് എന്നാണ്. നമുക്ക് ഹീറ്റാണ് ആവശ്യം. അത് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒന്നുകൂടി ഈ പ്ലസ് ബട്ടൺ നമുക്ക് P1 എന്ന് പറയുന്നതുണ്ട്. P1 ഓപ്ഷനിൽ നമുക്ക് എത്ര സെക്കൻഡ് കഴിഞ്ഞ് വേണം തെർമോസ്റ്റാറ്റ് ഓഫായിട്ട് ഓൺ ആവേണ്ടത്. നമ്മൾ നേരത്തെ 37.5 ആകുമ്പോൾ സർക്യൂട്ട് ഓഫ് ആവണം എന്ന് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തായിരുന്നു. നമ്മളപ്പോൾ ഇനി ഇത് തിരിച്ച് ലൈറ്റ് കത്തണം. അപ്പോൾ എത്ര ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇത് കത്തണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് 37.5 ആണ് നമ്മൾ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ സെറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുക. P1 എടുത്തു. P1 എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഹോൾഡ് ചെയ്യുമ്പോൾ 0.3 ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇത്ര 0.3 സെക്കൻഡ്, 0.2 സെക്കൻഡ്, നമുക്കിപ്പം 0.3 ടെമ്പറേച്ചർ നമ്മൾ എത്രയാണോ വരേണ്ടത് ആ ഒരു ടെമ്പറേച്ചറിൻ്റെ 0.3 ടെമ്പറേച്ചർ കുറയുമ്പോഴാണോ നമുക്ക് ഇതിൻ്റെ ബൾബ് കത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് 0.4 ആണ് കൊടുത്തിരിക്കുന്നത്. 0.4 ഡിഗ്രി താഴുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് കത്തക്ക രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി
3ലേക്ക് വരുമ്പോൾ നമുക്ക് P2ലേക്ക് നമുക്ക് വരുമ്പോൾ P2 110 ആണ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്കത് സെറ്റ് ബട്ടൺ വെച്ച് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. അടുത്ത് P3ലേക്ക് വരുമ്പോൾ അത് -30 ആണ്, നമുക്ക് -50 ആക്കാം. P4 നമ്മൾ നോക്കാം. P4 005ലേക്ക് പോവാം. P5 0 ആണ്, നമുക്കതും P4 P5 നമുക്കൊന്നും ചെയ്യേണ്ട, 0 മാത്രം മതി. കാരണം അതിൻ്റെ ടെമ്പറേച്ചർ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് മാറ്റേണ്ട ഇതാണ്. P4ഉം 5ഉം നമുക്കിനി P6ലോട്ട് പോവാം. P6 നമുക്ക് അത് ഓഫാണ് വരേണ്ടത്. ഓൺ ഉണ്ട്, ഓഫ് ഉണ്ട്, പക്ഷേ നമുക്കത് ഓഫ് എന്ന് പറയുന്ന ഇതാണ് നമുക്ക് ആവശ്യം. ഇതാണ് തെർമോസ്റ്റാറ്റിൻ്റെ മെയിനായിട്ടുള്ള സെറ്റിങ്സ്. ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ ബൾബ് സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ സെറ്റിങ്സും ഇതിൻ്റെ വയറിങ്ങിൻ്റെയും ഡീറ്റെയിൽസ് ഇതിൻ്റെ ഞാനൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ആ ഡയഗ്രാം ഞാൻ ഇതിൻ്റെ വീഡിയോയ്ക്ക് അവസാനം ഞാനത് ഇടുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലെല്ലാം വരച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. ബൾബ് എങ്ങനെ സെറ്റ് ചെയ്യാം അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ ബൾബ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബൾബിൻ്റെ വയറിങ്ങിൻ്റെ ഇതിനെക്കുറിച്ച് നോക്കാം. നമുക്ക് ഈ ബൾബിൻ്റെ 2 വയറുണ്ട്, ഒന്ന് പോസിറ്റീവും ഒരു നെഗറ്റീവും. നമുക്കതിൽ ഒരു പാർട്ട്, അതിൻ്റെ ഒരു വയർ നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഈ സ്വിച്ച് കണക്ട് ചെയ്യുന്ന രീതിക്കാണ് നമുക്ക് ഇതിൽ തെർമോസ്റ്റാറ്റ് കണക്ട് ചെയ്യേണ്ടത്. നമ്മളിതിൻ്റെ ഒരു പാർട്ട് കട്ട് ചെയ്യുകയാണ്. നമ്മളിതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തെർമോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും കുഴപ്പമില്ല, കാരണം 220 വോൾട്ടാണ്. നമ്മളതിനെ 2 വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ ബൾബിൻ്റെതാണ്. ബൾബിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഒരു സൈഡിൽ വരുന്ന വയർ തന്നെ ആയിരിക്കണം. ഇത് നമ്മുടെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എന്നുള്ള പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. നമ്മളിത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ സപ്ലൈ കൊടുത്ത് നമുക്ക് നോക്കാം. ഇത് ബൾബ് കത്തിയിരിക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിനെക്കാളും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 37.5 ആണ്. കാരണം ഇപ്പോൾ റൂം ടെമ്പറേച്ചർ 29.6 ആണ്. സോ ബൾബ് കത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതിൻ്റെ ബൾബ് ഓഫ് ആവുന്നത് നമുക്ക് കാണാം. ഞാൻ ഈ സെൻസർ ബൾബിനടുത്തോട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ടെമ്പറേച്ചർ കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓഫായി. ഇനി ഈ ടെമ്പറേച്ചർ തിരിച്ച് കുറയുമ്പോൾ അത് പിന്നെയും പഴയതുപോലെ 37.5 താഴുമ്പോൾ അതിനേക്കാൾ 3.3 ഡിഗ്രി കുറയുമ്പോൾ അത് പിന്നെയും അത് ബൾബ് കത്തുന്നതാണ്. നമ്മൾ നേരത്തെ 0.4 P1 നമ്മൾ 0.4 സെൽഷ്യസ് ആണ് കൊടുത്തത്. അപ്പോൾ 37.21 ആയപ്പോഴേക്കും അത് കത്തി. വീണ്ടും നമ്മൾ ബൾബ് സെൻസർ ബൾബിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ടെമ്പറേച്ചർ വീണ്ടും കൂടുന്നതായിട്ട് കാണാം. വീണ്ടും നമ്മൾ റിലീസ് ചെയ്തപ്പോൾ അത് പിന്നെയും പഴയതുപോലെയായി. ഞാനിപ്പോൾ ബൾബിനോട് അടുത്ത് വെച്ചത് കൊണ്ടാണ് ടെമ്പറേച്ചർ ഇത്ര ഉയർന്നു പോകുന്നത്. നമ്മൾ സെൻസർ എപ്പോഴും ഇൻക്യുബേറ്ററിൻ്റെ മുട്ടയിരിക്കുന്ന ആ ഒരു ട്രെയിൽ വേണം നമ്മൾ സെൻസർ എപ്പോഴും വയ്ക്കേണ്ടത്. ഇനി ഞാനിതിൻ്റെ സർക്യൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, ഇതാണ് തെർമോസ്റ്റാറ്റിൻ്റെ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം. ഇത് തെർമോസ്റ്റാറ്റിൻ്റെ ഇത് 12 വോൾട്ട് അഡാപ്റ്റർ, ഇത് 220 വോൾട്ട് AC. പിന്നെ നമുക്ക് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് തെർമോസ്റ്റാറ്റിൻ്റെ 4th ടെർമിനലിലും അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ 3rd ടെർമിനലിലും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 220 വോൾട്ട് നമ്മൾ ബൾബിൻ്റെ കണക്ഷനാണ് വന്നിരിക്കുന്നത്. ഈ ബൾബിൻ്റെ ഇതിൽ നിന്ന് നേരെ ഒരു വയർ ഇതിൻ്റെ ഫസ്റ്റ് ടെർമിനലിലേക്കും അതിൻ്റെ ഔട്ട് നേരെ ബൾബിലേക്കും കൊടുക്കുന്നു. 220 തന്നെ ഡയറക്റ്റ് ഇതിൻ്റെ പോസിറ്റീവ് നമ്മൾ ടെർമിനലിൽ കൊടുക്കുന്നു, നെഗറ്റീവ് നമ്മൾ ഡയറക്റ്റ് ബൾബിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ സെൻസറിൽ നിന്ന് കറക്റ്റ് അപ്പോൾ ടെമ്പറേച്ചർ ആകുന്നു. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് പ്രോപ്പറായിട്ട് നടന്നുകൊള്ളും.
ഇതിൻ്റെ വാല്യൂസാണ് എഴുതിയിരിക്കുന്നത്. P0, P1, P2, P3, P4, P5 ആൻഡ് P6. P0 H ആണ്. P1 നമുക്ക് 0.3 സെൽഷ്യസോ 0.4 സെൽഷ്യസോ വയ്ക്കാം. എത്ര ടെമ്പറേച്ചറിന് ശേഷം ഇത് ഓൺ ആവണം ഓഫ് ആണെന്നുള്ളത്. P2 110, P3 -50, P4 0 ആൻഡ് P5 0 ആൻഡ് P6 ഓഫ്.